ഹലോ, ഇന്ന് നമുക്കില്ലേ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അടിപൊളി ഒരു റാഫലോ കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫുട്ബോൾ തീമിൻ്റെ ആ ഒരു സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും വേണമെന്നില്ല, ഏത് ടൈപ്പിലായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ വരുന്ന സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വൈറ്റ് സ്പോഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്, വാനില സ്പോഞ്ച്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റാഫലോ കേക്കിൻ്റെ റെസിപ്പി അല്ല, ഈ ഒരു വാനില സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറിജിനൽ റാഫലോ കേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഫ്ലോറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ആ ഒരു ബേസ്. അപ്പോൾ ഞാനിപ്പം നോർമൽ വാനില സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അത് തയ്യാറാക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം, റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം. അപ്പം 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു 400 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 3/4 കപ്പ് കോക്കനട്ട് പൗഡർ, അതല്ലെങ്കിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടോ നമുക്ക് വേണം. അപ്പോൾ അതൊരു 3/4 കപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ കോക്കനട്ട് പൗഡർ എടുക്കുക, അതല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുക. 3/4 കപ്പ് എടുക്കുക, എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബേസ് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ക്രീം ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 5 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. 9 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്കിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. ഇനി നമുക്കിതാ നമ്മൾ എടുത്ത് വെച്ച ക്രീമിൽ നിന്നും കുറച്ച് നമ്മുടെ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 10 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്, സ്ക്വയറിൻ്റെ. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് സിറപ്പാണ്. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് പാലിലേക്ക്, തണുത്ത പാലിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മിൽക്ക് സിറപ്പ് തന്നെ വേണമെന്നില്ല, ഷുഗർ സിറപ്പായാലും മതി. മിൽക്ക് സിറപ്പാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അങ്ങനെ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാവും ഈസിയാണ് കേട്ടോ. അങ്ങനെ ക്രീം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആൽമണ്ട്സ് വേണം. അപ്പോൾ ഇതാ ബദാം ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാം ബദാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇതിൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മിൽക്ക് മെയ്ഡും നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയറും നമുക്ക് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചോക്കോ ചിപ്സ് ആണ്. വൈറ്റ് ചോക്കോ ചിപ്സ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് 4 ഭാഗത്തായിട്ട് നടുക്കായിട്ടും എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ലെയറും സെറ്റായി. എന്നിട്ട് അതിൻ്റെ മേലയിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് അതും വെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്രീം ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്താൽ മാത്രം മതിയാകും. കാരണം നമ്മളിതിൽ ഡിസൈനൊക്കെ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റാഫലോ ക്രീമിൽ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിതൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ 4 ഭാഗവും. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നോസിൽ വേണം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പേരൊന്നും എനിക്കറിയില്ല.
ബാസ്ക്കറ്റൊക്കെ വരയ്ക്കുന്ന ആ ഒരു മോഡലിലുള്ള ഒരു നോസിലാണ് കേട്ടോ. അപ്പോൾ അതൊരു ബാഗിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വൈറ്റ് ക്രീമും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇതുപോലത്തെ ഒരു കൊട്ട വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മോഡലിലാണ് കേട്ടോ ഞാനിപ്പോൾ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പം ഇങ്ങനെ ചെയ്തിട്ടൊന്ന് സെയിൽ ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലിലായാലും ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് 4 ഭാഗത്തും വരുന്ന രീതിയിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതുപോലത്തെ കുറേ ഹോൾസ് ഉള്ള ഈ ഒരു നോസിൽ വേണം. ഗ്രാസ് നോസിൽ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ക്രീമിൽ കുറച്ച് ഗ്രീൻ ആപ്പിളിൻ്റെ ഗ്രീൻ കളർ ആ ഒരു കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് കളർ ഇഷ്ടമാണെങ്കിൽ ഡാർക്ക് കളറ് ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ലൈറ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മേലേന്ന് ഇങ്ങനെ കുത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് മേലോട്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ആ ഒരു ഗ്രാസിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തിയിട്ട് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാസിൻ്റെ മോഡലിൽ കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇതുപോലത്തെ ഫുട്ബോളിൻ്റെ ഈ ഒരു പ്ലെയേഴ്സിൻ്റെത് വാങ്ങിക്കാൻ കിട്ടും. ബേക്കിംഗ് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ 300 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുന്ന ഗോൾഡ് അതൊക്കെ വരുന്ന അടക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ 2 സൈഡിലും ഈ ഒരു സംഭവം വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ ഇവിടെയായിട്ട് പ്ലെയേഴ്സിനെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേയേഴ്സ് കളിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നമുക്കിത് റൗണ്ട് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ പ്ലേയേഴ്സിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ആ ഒരു ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കേക്ക് സാധാരണ പറയുന്ന പോലെ തന്നെ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. എനിക്കിപ്പോൾ ഇത് സെയിൽ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.